വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ആദ്യമായി ജിമ്മിൽ പോയാൽ നിങ്ങൾ എന്താണ് ചെയ്യാറ്? ഞാൻ കാണാവുന്ന അധിക ബിഗിനേഴ്സും നേരെ ട്രെഡ്മിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നേരെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യും. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. ആദ്യം നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ബോഡി സ്ട്രെങ്തൻ വർക്കൗട്ടാണ്. ഓരോ എക്സസൈസും എങ്ങനെ ചെയ്യണമെന്നും എത്ര റെപ്സ് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, സ്കോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിന്റെ ലെവലായിട്ട് നിൽക്കുക. ഷോൾഡർ വിത്ത് സ്റ്റാൻഡ്, ടോൾ ലിറ്റിൽ ബിറ്റ് ഔട്ട് സൈഡ്, അതായത് കാലിന്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് പുറത്തോട്ടാക്കി വെക്കുക. ഞാൻ സൈഡ് വേസിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ഇങ്ങനെ നിന്നിട്ട് ഫസ്റ്റ് വൺ ഹിപ്പ് ഇഞ്ച്, ഹിപ്പ് പതുക്കെ ഇഞ്ച് ചെയ്യുക. ഡൗൺ ഡൗൺ ഡൗൺ, ദെൻ യുവർ നീ ബാൻഡ് സ്ലൈറ്റ്ലി. എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നീ ലൈൻ യുവർ ടോസ്, ദെൻ യുവർ നീൻ്റെ നേരെ ലെവലായിട്ട് ഗ്ലൂട്ട്സ് വരിക, അതായത് മിനിമം പാലിയോ നീസ്. ഇതാണ് മിനിമം സ്ക്വാട്ട് വരേണ്ടത്. ലിറ്റിൽ ബിറ്റ് ഫ്രണ്ടിലോട്ട് പോയാൽ കുഴപ്പമില്ല, പക്ഷേ അധിക പേരും ചെയ്യാൻ ആദ്യം തന്നെ ഇങ്ങനെ പോകും. അങ്ങനെയല്ല പോകേണ്ടത്. ഫസ്റ്റ് ബാക്കിലോട്ട് പോവാ, ദെൻ ഡൗൺ. ബാക്ക് സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക, റൗണ്ട് ചെയ്യരുത്, സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക. ഹാൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ പിടിക്കാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പിടിച്ചാലും കുഴപ്പമില്ല. മിനിമം ഇത്രയെങ്കിലും പോകണം. താഴെ ഫുള്ളി പോയാൽ ഇറ്റ്സ് ഗുഡ്. അപ്പ്. ഇനി അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഒരു സ്കെയിൽ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ വോളിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലത്തെ ഫില്ലറോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ പിടിക്കുക, ദെൻ യു സിറ്റ് ബാക്ക്, ദെൻ അപ്പ്, അസിസ്റ്റന്റ് സ്ക്വാട്ട്. ഓക്കെ, ഇത് ചെയ്ത് നിങ്ങൾ സെറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് കൈവിട്ടിട്ട് നോർമലായിട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇൻക്ലൈൻ പുഷപ്പ്. ഇൻക്ലൈൻ പുഷപ്പ് നിങ്ങൾക്ക് ഒന്നുകിൽ വീട്ടിലെ ബെഞ്ചോ അല്ലെങ്കിൽ ചെയറോ യൂസ് ചെയ്യാം. നേരെ നിങ്ങളുടെ ഷോൾഡറിൻ്റെ നേരെ താഴെയായിട്ട് വെക്കാം, ദെൻ കാൽ ബാക്കിലോട്ട് വെച്ചിട്ട് ബാക്ക് സ്ട്രെയിറ്റ് ചെയ്യുക, പതുക്കെ ഡൗൺ ചെയ്യുക. നമ്മുടെ എൽബോ ഓൾമോസ്റ്റ് ക്ലോസ് യുവർ ബോഡി, ചെസ്റ്റ് ടച്ച് ചെയ്യുക, അപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പേടിയുള്ളവരുണ്ടാവും അധികം. അപ്പോൾ നിങ്ങൾ ഒരു ലെഗ് പതുക്കെ ഫ്രണ്ടിലോട്ട് വെക്കുക, ഗോ ഡൗൺ, ദെൻ പുഷ്. പതുക്കെ കാല് സ്ട്രെയിറ്റ് ആക്കി കൊണ്ടുവരാം. നെക്സ്റ്റ് വൺ, ഗ്ലൂട്ട്സ് ബ്രിഡ്ജ്. ഗ്ലൂട്ട്സ് ബ്രിഡ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ലേ ഡൗൺ ചെയ്യുക, കാല് മടക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളുടെ ഫീറ്റ് ടച്ച് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇതാണ് പൊസിഷൻ വരുന്നത്. അപ്പോൾ നിലത്ത് കിടക്കുക, ദെൻ യുവർ ഹിപ്പ് ബ്രിഡ്ജ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് അപ്പ് ചെയ്യുക. ഒരിക്കലും നെക്കിൽ സ്ട്രെയിൻ കൊടുക്കരുത്, ഷോൾഡറിലായിരിക്കണം. അപ്പ് ചെയ്യുക, സ്ലോലി ഡൗൺ, അപ്പ്, സ്ലോലി ഡൗൺ. നെക്സ്റ്റ് വൺ, പ്ലാങ്ക്. എൽബോ പ്ലാങ്കും ചെയ്യാം, അല്ലെങ്കിൽ ഹൈ പ്ലാങ്കും ചെയ്യാം. നിങ്ങൾ ഗ്ലൂട്ട്സ് ആൻഡ് കോർ ടൈറ്റ് ചെയ്ത് പിടിക്കുക, ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് നിൽക്കുക ന്യൂട്രായിട്ട്. ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈ പ്ലാങ്കും ചെയ്യാം. നെക്സ്റ്റ് വൺ, സൂപ്പർമാൻ ഹോൾഡ്. നമ്മുടെ കൈയും കാലും ഒരേ സമയം അപ്പ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ഒരു 1 2 3 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, ഡൗൺ ചെയ്യുക, അഗെയിൻ അപ്പ്, ഹോൾഡ്, ഡൗൺ. എക്സസൈസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇത് എത്ര റൗണ്ട്സ് ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 റൗണ്ട്സ് ആണ് മിനിമം. നിങ്ങൾക്ക് 4 റൗണ്ട് ചെയ്യാം, 5 റൗണ്ട് ചെയ്യാം, അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്. ഒറ്റയടിക്ക് ആരും പോയി കുറേ റൗണ്ട്സ് ചെയ്യരുത്, മിനിമം 3 റൗണ്ട് ചെയ്താൽ മതി. ആദ്യത്തേത് സ്ക്വാട്ട് 15 എണ്ണം ചെയ്യുക, ദെൻ ടേക്ക് റെസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, പുഷപ്പ്. ഇൻക്ലൈൻ പുഷപ്പ് 10 എണ്ണം ചെയ്യുക, റെസ്റ്റ് എടുക്കുക. ഗ്ലൂട്ട്സ് ബ്രിഡ്ജ് 20 നമ്പേഴ്സ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. ദെൻ അത് കഴിഞ്ഞ് പ്ലാങ്ക് മിനിമം 20 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് ട്രൈ ചെയ്യുക. 20 സെക്കൻഡ്സ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ 30 സെക്കൻഡിലോട്ട് പോകുക. 30 സെക്കൻഡ്സ് ഓക്കെ ആ 40 സെക്കൻഡ്സിലോട്ട് പോകുക. ദെൻ ബ്രേക്ക്. ദെൻ അത് കഴിഞ്ഞിട്ട് സൂപ്പർമാൻ ഹോൾഡ് ഒരു 5 സെക്കൻഡ് നിങ്ങൾ സ്വന്തം കൗണ്ട് ചെയ്യുക. 1 2 3 4 5, ദെൻ ഡൗൺ, അഗെയിൻ അപ്പ്, 1 2 3 4 5, അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ ഓരോ എക്സസൈസിനും നിങ്ങൾ കുറച്ച് ബിറ്റ്വീൻ ഒരു 20 സെക്കൻഡ്സ് എങ്കിലും റെസ്റ്റ് എടുക്കുക, എന്നിട്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു 3 റൗണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.